ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇത് നമ്മുടെ ഗ്രാവിറ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. എ സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് ആർ ഗ്രാവിറ്റേഷണലി അട്രാക്ട്സ് എ പാർട്ടിക്കിൾ പ്ലേസ്ഡ് അറ്റ് 3r ഫ്രം ഇറ്റ് സെൻറ്റർ വിത്ത് എ ഫോഴ്സ് F1. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സോളിഡ് സ്പിയർ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ, അങ്ങനെ ഒരു സോളിഡ് സ്പിയർ. ഈ സോളിഡ് സ്പിയറിൻ്റെ റേഡിയസ് ആറാണ്. സോളിഡ് സ്പിയറിൻ്റെ റേഡിയസ് ആറാണ്. ഈ സോളിഡ് സ്പിയർ ഇതിൽ നിന്നും 3r ഡിസ്റ്റൻസ് അകലെ ഒരു സ്പിയർ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ട്. 3r എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 6, വീണ്ടും ഒരു 2r കൂടെ എടുക്കണം. കണ്ടോ, ഇതൊരു 2r. അപ്പോൾ ടോട്ടൽ 3r ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നുണ്ട്. ഈ പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആണ്. അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 ആണ്. ഈ F1 നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചാലോ, എന്നിട്ട് ബാക്കി വായിക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിക്കുകയാണ്, ഇതിൻ്റെ മാസ് സ്മോൾ m ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ F1 എന്തായിരിക്കും സാർ? F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഇൻറ്റു M1 M2 ക്യാപിറ്റൽ M ഇൻറ്റു സ്മോൾ m ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? r + 2r. ഡിസ്റ്റൻസ് എത്ര? 3rൻ്റെ സ്ക്വയർ. 3rൻ്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9, rൻ്റെ സ്ക്വയർ r². ഓക്കെ, അപ്പോൾ ഇവർക്കിടെയുള്ള ഫോഴ്സ് ഇതാണ്. ഇത്രയും ക്ലിയർ ആണ്. ബാക്കി വയ്ക്കാം. Now a spherical cavity of radius r/2 is made in the sphere as shown in the figure. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്, ഞാൻ മനസ്സിലാവാൻ വേണ്ടി ആദ്യം തൊട്ട് വരച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്. ഇവിടെയായിട്ടൊരു സ്പെരിക്കൽ ക്യാവിറ്റി ഉണ്ടാക്കി. അതായത് ഇവിടെ നിന്നൊരു സ്പിയർ എന്ത് ചെയ്തു? മുറിച്ച് മാറ്റി. ആ മുറിച്ച് മാറ്റിയ സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? r/2 റേഡിയസ് ഉള്ളൊരു സ്പിയർ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വായിക്കാം. ഇപ്പോൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണെങ്കിൽ F1:F2ൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ കണ്ടോ, ഫുൾ സ്പിയറും ഈ ഒരു പാർട്ടിക്കിളും ഉണ്ട്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് F1 ആണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നൊരു സ്പിയറിനെ മുറിച്ച് മാറ്റിയെന്ന് വിചാരിക്കും. അപ്പോൾ ഷേപ്പ് എന്തായിട്ട് മാറും? ഇതിൽ നിന്നൊരു സ്പിയറിനെ മുറിച്ച് മാറ്റുമ്പോൾ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഷേപ്പും ഈ ഒരു മാസും തമ്മിലുള്ള ഫോഴ്സ് F2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ F1:F2 കണ്ടുപിടിക്കണം. അതായത് F1/F2 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഇതുമൂലമുള്ള ഫോഴ്സ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക, F2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. നമുക്ക് വലിയ സ്പിയർ മൂലമുള്ള ഫോഴ്സ് F1 ആണെന്നറിയാം അല്ലേ? തുടക്കത്തിലെ സ്പിയർ മൂലമുള്ള ഫോഴ്സ് F1 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചെറിയ സ്പിയർ മൂലം ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ചെറിയ സ്പിയറും ഇതും തമ്മിലുള്ള ഫോഴ്സ് ഇല്ലേ, അതായത് ഈ സ്പിയർ മൂലമുള്ള ഫോഴ്സിനെ ഞാൻ Fs എന്ന് എഴുതി കഴിഞ്ഞാൽ F1ൽ നിന്ന് Fs മൈനസ് ചെയ്തായിരിക്കും നമ്മുടെ F2. പറഞ്ഞ് മനസ്സിലായോ? ആദ്യത്തെ വലിയ സ്പിയർ മൂലമുള്ള ഫോഴ്സ് F1 ആണ്, നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ആ F1ൽ നമ്മൾ ഈ ചെറിയ സ്പിയറും ഈ പാർട്ടിക്കിൾ മൂലമുള്ള ഫോഴ്സ് അത് Fs എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ടും കൂടെ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഷേപ്പ് മൂലം ഉള്ള ഫോഴ്സ് കിട്ടും. ക്ലിയർ? ഓക്കെ, സോ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് F2 കണ്ടുപിടിക്കണം അല്ലേ? F2 കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് റേഷ്യോ എടുക്കണം. കണ്ടുപിടിക്കേണ്ടത് ഫൈനലി നമുക്ക് എത്തേണ്ടത് F1/F2 എന്താണെന്നാണ്. അപ്പോൾ F2 നമുക്ക് കണ്ടുപിടിക്കാം. F2 എന്താണെന്ന് ഞാൻ പറഞ്ഞത്, F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1ൽ നിന്നും വലിയ സ്പിയറും ഈ പാർട്ടിക്കിളും തമ്മിലുള്ള ഫോഴ്സാണ് F1 കണ്ടുപിടിച്ചത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ സ്പിയറും ഈ പാർട്ടിക്കിൾ മൂലമുള്ള ഫോഴ്സ് മൈനസ് ചെയ്യണം. അപ്പോൾ ആ ഫോഴ്സിനെ, ചെറിയ സ്പിയറും പാർട്ടിക്കിളും തമ്മിലുള്ള ഫോഴ്സിനെ Fs എന്ന് എഴുതി, ഇത് മൈനസ് ചെയ്ത് നമുക്ക് F2 കിട്ടി. ഓക്കെ, എന്നിട്ട് നമുക്ക് റേഷ്യോ എടുക്കാം. അപ്പോൾ ഇവിടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fs കണ്ടുപിടിക്കണം. ചെറിയ സ്പിയറും ഈ മാസും തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അപ്പോൾ അതിന് ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. Fs കണ്ടുപിടിക്കാം. നമുക്ക് Fs കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ ചെറിയ സ്പിയറിൻ്റെ, ഈ മുറിച്ച് മാറ്റിയ സ്പിയറിൻ്റെ മാസിനെ ഞാൻ Ms എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? G ഇൻറ്റു Ms ഇൻറ്റു സ്മോൾ m ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് r/2 പിന്നെ ഒരു 2r. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r/2 + 2r ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ. അത് എത്രയായിരിക്കും? 5r/2. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇവിടെ എഴുതുമ്പോൾ 5r/2ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25, ദെൻ r², പിന്നെ ഒരു 4 മുകളിലേക്ക് അല്ലേ, 2² അത് മുകളിലേക്ക് എഴുതി. ക്ലിയർ? അപ്പോൾ ഇതിലടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ മാസ് ഓഫ് സ്മോൾ സ്പിയർ. ഈ മുറിച്ച് മാറ്റിയ സ്പിയറിൻ്റെ മാസ് എനിക്കറിയില്ല.
അത് കണ്ടുപിടിക്കലാണ് ഇതിലെ മെയിൻ പരിപാടി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിക്കും. ശ്രദ്ധിക്കുക കേട്ടോ, ഞാനിവിടെ എഴുതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂണിറ്ററി മെത്തേഡാണ് ഉപയോഗിക്കുക. ഇതെന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളൊരു മെത്തേഡാണ്. ശ്രദ്ധിക്കുക. ഞാനിവിടെ വലിയ സ്പിയറിൻ്റെ മാസ് അത് ക്യാപിറ്റൽ എം ആണല്ലോ. യെസ് സാർ. വലിയ സ്പിയറിൻ്റെ വോളിയം എത്രയാണ്? 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. ഇത് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? വലിയ സ്പിയറിൻ്റെ മാസിനെ വലിയ സ്പിയറിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? അപ്പോൾ എനിക്ക് കിട്ടുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം ആയിരിക്കും. ക്ലിയർ? ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? മാസ് പെർ യൂണിറ്റ് വോളിയം. അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മാസാണ് എനിക്ക് കിട്ടുക ഇത് ചെയ്യുമ്പോൾ. ക്ലിയർ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ വോളിയം മാസ് എത്രയായിരിക്കും? ഇതിനെന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മാസ് എത്രയായിരിക്കും? ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ എനിക്ക് എന്താ വേണ്ടത്? ഇവിടെ എനിക്ക് ഈ ഒരു സ്പിയറിൻ്റെ മാസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സ്പിയറിൻ്റെ വോളിയം എത്രയാണ്? ഈ സ്പിയറിൻ്റെ വോളിയം എത്രയാണ്? ഈ സ്പിയറിൻ്റെ വോളിയം എത്രയായിരിക്കും സാർ? 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. ഇതിൻ്റെ റേഡിയസ് എത്ര? r/2. അപ്പോൾ r/2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ r³/8 എന്ന് കിട്ടും. ശരിയല്ലേ? ശരി. അപ്പോൾ ഇതിൻ്റെ വോളിയം കിട്ടി. നോക്കടാ, 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മാസ് ഇതാണ്. 2 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മാസ് കിട്ടാൻ ഇതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 3 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മാസ് കിട്ടാൻ ഇതിന് 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇത്രയും വോളിയത്തിൻ്റെ മാസ് കിട്ടാനോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ മാസം എന്ന് പറയുന്നത്, അതായത് നമ്മൾ അന്വേഷിക്കുന്ന MS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സാധനത്തിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ക്ലിയർ? 4/3 പൈ ഇൻറ്റു r³/8 ഇൻറ്റു ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ m ഡിവൈഡഡ് ബൈ 4/3 ഉണ്ട്. ഞാൻ 3നെ മുകളിലേക്ക് എഴുതാണ്. പൈ r³ എന്ന് എഴുതി. കണ്ടോ? അതിൽ ക്യാൻസൽ ചെയ്ത 4π ക്യാൻസൽ, r³ ക്യാൻസൽ, 3 ക്യാൻസൽ, m/8 എന്ന് കിട്ടും. ക്ലിയർ? അതായത് വലിയ സ്പിയറിൻ്റെ 1/8 ടൈംസ് ആയിരിക്കും എന്ത്? മുറിച്ച് മാറ്റിയ സ്പിയറിൻ്റെ മാസ്. MS = m/8 എന്ന് കിട്ടിയുണ്ടോ? ഈ സാധനം ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഈ മാസിൻ്റെ പ്ലേസിലേക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ FS = G ഇൻറ്റു സ്മോൾ m എഴുതി. ദെൻ മാസ് ഓഫ് സ്പിയർ എത്ര? m/8 ആണ് അല്ലേ? m/8. താഴെ എന്തുണ്ട്? 25 r² ഉണ്ട്. പിന്നെ മുകളിലൊരു 4 ഉണ്ട്. അപ്പോൾ FS = എത്രയാണെന്ന് കിട്ടും? FS = ഇവിടെ 4/8 Gmm/25 r² ഇവിടെ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും അല്ലേ? സോ 2 ഇൻറ്റു r² എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഈസ് Gmm/50 r² എന്ന് കിട്ടി. മുറിച്ച് മാറ്റിയ സ്പിയറും ഈ പാർട്ടിക്കിളും തമ്മിലുള്ള ഫോഴ്സ് ഇതാണ് കിട്ടി. ഓക്കെ, ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ F2 എന്തായിരിക്കും സാർ? F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 - FS അല്ലേ? F1 എത്ര? Gmm/9 r². ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇത് Gmm/50 r². ഇതിൽ കോമൺ ആയിട്ടുള്ളതിനൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. Gmm/r² കോമൺ ആണ്. അകത്താരുള്ളത് 1/9 മൈനസ് 1/50. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു F2ൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. Gmm/r². ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 - 9 41/450 എന്ന് കിട്ടും. ഓക്കെ, പരിപാടി കഴിയാറായിട്ടാ. F2 കിട്ടിയില്ലേ? F1/F2 എന്ന് പറഞ്ഞാൽ എന്താ? F1ൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു. Gmm/9 r² ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാം? മറിച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. മറിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r² ഉണ്ട്, പിന്നെ ഒരു 450 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ Gmm, പിന്നെ ഒരു 41 ഉണ്ട് അല്ലേ? ഇങ്ങനെയല്ല ഉള്ളത്. Gmm ക്യാൻസൽ, r² ക്യാൻസൽ. 450/9 എത്രയാണ്? പറയ് 450/9 എത്രയാടാ? 50 ഡിവൈഡഡ് ബൈ 41. 50/41. സാർ ഇങ്ങനെ ഒരു റേഷ്യോ ഉണ്ടോ? യെസ്, 50:41 വിൽ ബി ദ റൈറ്റ് ആൻസർ.